ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അങ്ങനെ ഞാൻ തിരിച്ചെത്തി ഗൈസ്. ഇതൊരു ചെറിയ ഗ്ലോബൽ വില്ലേജ് പര്യടനമാണ്. അവിടെ എത്തിയപ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഫയർ വർക്ക്സ് ഒക്കെ കാണാൻ പറ്റി. ഇത് നാട്ടിൽ വെച്ച് കാണുമ്പോൾ നാട്ടിൽ വെച്ചും നമ്മൾ ചെറുതായിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാണാൻ ഭയങ്കര ആഗ്രഹമുള്ള സാധനമാണല്ലോ ഫയർ വർക്ക്സ്. നാട്ടിൽ നമുക്കിത് പിന്നെ കുറച്ചും കൂടി എന്താ പറയുക, ഉത്സവത്തിന് കാണാൻ പറ്റും, പെരുന്നാളിനൊക്കെ കാണാൻ പറ്റും. ഇവിടെ അങ്ങനെ കാണാറില്ല ഗൈസ്. ഇനിയിപ്പോൾ എനിക്ക് അറിയില്ലാത്തത് കൊണ്ടാണോ എന്നെനിക്കറിയില്ല. കൂടുതലും വല്ലപ്പോഴും ഒക്കെ കാണാൻ പറ്റുന്ന സാധനമാണ് ഈ ഫയർ വർക്ക്സ്. പക്ഷേ ഇവിടുത്തെ കിഡിലൻ സാധനങ്ങളുണ്ടാവും കേട്ടോ, ഭയങ്കര അടിപൊളി ഫയർ വർക്ക്സ് ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങളിങ്ങനെ കുറച്ച് ഫയർ വർക്ക്സ് കാണുക, ആസ്വദിക്കൂ ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്ത് നമ്മൾ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇതൊരു ലോകം തന്നെയാണ് മക്കളെ. കാരണം ലൈക്ക് ഒരുപാട് കൺട്രീസിൻ്റെ ഓരോരോ സ്ഥലങ്ങൾ, അതിൻ്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് അവരുടെ തന്നെ സ്പെഷ്യൽ വെറൈറ്റീസ് ഓഫ് സാധനങ്ങൾ, അവിടുത്തെ മെയിൻ സാധനങ്ങൾ നമുക്ക് കിട്ടും. അങ്ങനെ ഒരുപാട് സ്റ്റോൾസ് ഉണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുന്നൊരു സാധനമല്ല. ലൈക്ക് ഒരു ദിവസം പോയാലും മൊത്തം നടന്ന് കണ്ടു തീർക്കാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. ലൈക്ക് എനിക്ക് തോന്നുന്നില്ല എല്ലാത്തിലും കയറി എല്ലാ കാര്യങ്ങളും ചെയ്ത് അങ്ങനെ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇത് ആക്ച്വലി ഓപ്പൺ ചെയ്യുന്നത് ഒരു ഈവനിങ് 4, പിന്നെ 12-1 വരെയൊക്കെ ഉണ്ട് ചില ദിവസങ്ങളിൽ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഒറ്റ ദിവസം പോയാൽ ഫുള്ള് എല്ലാം ചുറ്റി നടന്ന് കാണാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിൽ ഓരോ കൺട്രീസിൻ്റെ അതിൻ്റെ അകത്തുള്ളിൽ അവർക്ക് ഒരുപാട് സ്പെഷ്യാലിറ്റി സാധനങ്ങളൊക്കെ കിട്ടും. പിന്നെ ഇത് നല്ല അടിപൊളിയാണ് ഗൈസ്. തീ തുപ്പുന്ന ഡ്രാഗൺ കുഞ്ഞുങ്ങൾ. ഇതിൻ്റെ അകത്ത് ആക്ച്വലി നല്ല രസമാണ്. ലൈറ്റ് ഷോ, മ്യൂസിക്കും ഉണ്ടാവും ലൈറ്റായിട്ട്. അപ്പം നല്ല രസമാണ് കണ്ടുകൊണ്ട് നിൽക്കാൻ. അതൊരു അടിപൊളി സംഭവമായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഫുഡൊക്കെ ട്രൈ ചെയ്തു. എല്ലാത്തിനും നല്ല റേറ്റ് ഉണ്ട് ആക്ച്വലി. എന്ന് പറഞ്ഞാൽ അത്യാവശ്യം റിച്ചായിട്ട് പോവുകയാണെങ്കിൽ നമുക്കെല്ലാം ചെയ്ത് നോക്കാം. പക്ഷേ അല്ലെങ്കിൽ കുറച്ചിതാണ്. നമ്മൾ ചുറോസ് കഴിച്ചു. പിന്നെ നമ്മൾ കഴിച്ചത് എന്തായിരുന്നു ഗൈസ്? ഷവർമ കഴിച്ചു. വേറൊരു കൺട്രിയിലെ സ്പെഷ്യൽ ഷവർമയായിരുന്നു. പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ ചുമ്മാ തെണ്ടിത്തിരി നടന്നുകൊണ്ടിരുന്നപ്പോൾ കണ്ടു ഓട്ടോ. പിന്നെ കണ്ടാൽ നമുക്കൊരു കൗതുകമാണല്ലോ. ഞാൻ അതിൻ്റെ അകത്ത് കയറി പട്ടി ഷോ കാണിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഇങ്ങനെ നടന്ന് പോകുന്നു. വെറുതെ ഇങ്ങനെ നടക്കുന്ന ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തതാണത്, സത്യം പറയാലോ. അപ്പം പിന്നെ ഇങ്ങനെ വേറെ കുറച്ച് വീഡിയോസ്, ലൈക്ക് നിറച്ച ആൾക്കാരായിരിക്കും. നല്ല രസമാണ്. എപ്പോഴും ലൈവ്ലി ആയിരിക്കും. അവിടെ എപ്പോഴും തിരക്കുണ്ടാവും. നമ്മളിവിടെ വരുന്ന ആൾക്കാരാണെങ്കിലും ഇവിടെ ഉള്ള ആൾക്കാരാണെങ്കിലും പോയവർ തന്നെ പിന്നെയും പോകുന്നൊരു സ്ഥലമാണ്. നല്ല രസമാണ്. നമ്മൾ പോയ സമയത്ത് ഒരു തണുപ്പുള്ള സമയമായിരുന്നു. ദുബായിൽ തണുപ്പ് വരുന്നതെന്ന് അറിയാലോ. അപ്പം നല്ലൊരു ക്ലൈമറ്റായിരുന്നു. രാത്രി ആണെങ്കിലും ഇവിടെ ചൂടുള്ള സമയങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ പോയ സമയം അടിപൊളിയായിരുന്നു. അതുകൊണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ കടകളിലൊക്കെ പോയാലും ലൈക്ക് ഞാൻ വലുതായപ്പം മനസ്സിലാക്കിയൊരു സാധനമാണ്. പണ്ട് നമ്മുടെ അമ്മമാരിങ്ങനെ പാത്രങ്ങളിൽ നോക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഇപ്പം വലുതായി വരുമ്പോഴാണ് നമുക്ക് കിച്ചൺ ഐറ്റംസിനോടൊക്കെ ഒരു ഇൻട്രസ്റ്റ്. എനിക്ക് പൊതുവെ ചെറുതായിരുന്നപ്പോൾ ഞാൻ ആ സാധനങ്ങളൊന്നും മൈൻഡ് ചെയ്യാറില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കിച്ചൺ വെയേഴ്സ്, ലൈക്ക് ഇങ്ങനത്തെ രസമുള്ള പാത്രങ്ങൾ. ഈ രസമുള്ള പാത്രങ്ങളൊക്കെ പണ്ടും ഇഷ്ടമായിരുന്നു. പക്ഷേ കുറച്ചും കൂടി ഒരു അതിലോട്ടൊരു ആകർഷണം വന്നത് ഇപ്പോഴാണ്. പണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുതായിരിക്കുമ്പോൾ അല്ലാത്ത സാധനങ്ങളൊക്കെ അല്ലേ നമ്മൾ വാങ്ങുക. അങ്ങനെ കുറേ നല്ല സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഇതാണ് ഡിഗേഴ്സ് ലാബ്. ഇവിടെ ആക്ച്വലി പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ്. അടിപൊളിയാണ്. എൻ്റെ പണ്ടത്തെ മെമ്മറീസിലോട്ടൊക്കെ പോയി ഒരു നൊസ്റ്റാൾജിയ കിട്ടിയ സാധനമായിരുന്നു. അവിടെ പിള്ളേർ ആക്ച്വലി JCB വെച്ചിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ചെറുപ്പത്തിലെ കാര്യവും എൻ്റെ അനിയൻ്റെ കാര്യവും അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ലൈക്ക് നമുക്ക് എല്ലാവർക്കും JCB ചെറുപ്പത്തിൽ ഒരു കൗതുകമാണല്ലോ. അതപ്പുറം എവിടെയെങ്കിലുമൊക്കെ JCB വർക്കിന് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ഓടിപ്പോവുക, അത് കണ്ടുകൊണ്ട് നിൽക്കുക, എന്തോ ഒരു കൗതുകമാണ്. വലുതാവുമ്പോഴും ഇപ്പോഴാണെങ്കിലും ഒരു JCB പോകുമ്പോൾ നമ്മളതിങ്ങനെ കണ്ട് ആസ്വദിക്കും. അങ്ങനെ കുറേ കാഴ്ചകളുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും നേരം കണ്ട് സഹിച്ചിരുന്നതിന് താങ്ക് യു.